ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ശുദ്ധീകരണകാലം കഴിഞ്ഞപ്പോൾ ശിശുവായ യേശുവിനെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുരുഷ സന്താനമെല്ലാം കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം ചങ്ങാതികളെയോ രണ്ട് പ്രാവികളെയോ ബലികഴിക്കുവാനും കൂടിയാണ് അവർ പോയത്. ശീമോൻ എന്ന പേരുള്ള നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവരുമായ ഒരു യെരൂശലേമിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും അവരിലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കാതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് അരുളിച്ചെയ്തിരുന്നു. ന്യായപ്രമാണത്തിൽ കൽപ്പിച്ച പ്രകാരമെല്ലാം നിവർത്തിക്കുവാൻ വൈദ്യനായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ശീമോൻ ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ച് പ്രകാരം പറഞ്ഞു: കർത്താവേ, വിജാതിയർക്ക് പ്രത്യക്ഷപ്പെടുവാനുള്ള പ്രകാശം സ്വന്തം ജനമായ സേവനെ തേജസ്സുമായി സകല ജാതികളുടെ മുമ്പിൽ നീ ഒരുക്കിയ നിന്റെ രക്ഷ ഇപ്പോൾ എന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദൈവപ്രകാരം ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. വൃദ്ധനായ ശീമോൻ ശിശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവന്റെ മാതാവും പിതാവായ യോസേഫും അത്ഭുതപ്പെട്ടു. ശീമോൻ അവരെ അനുഗ്രഹിച്ച ശേഷം മാതാവായ മറിയയോട്: ഇതാ ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിനും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. എതിർത്ത പറയുന്നവരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അവിടെ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. ആശേർ ഗോത്രത്തിലെ ഫനൂവേലിന്റെ പുത്രിയായ അവൾ വളരെ വൃദ്ധയായിരുന്നു. 7 വർഷം ഇവൾ ഭർത്താവിനോടൊപ്പം ജീവിച്ചു. വിധവയായ അവൾ 84 വർഷമായി ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു പോന്നു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അപ്രവാചകി എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുകയും യെരൂശലേമിന്റെ രക്ഷാകാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതെല്ലാം നിവർത്തിച്ച ശേഷം ഗലീലായിലെ തങ്ങളുടെ പട്ടണമായ നാസറേത്തിലേക്ക് തിരികെ പോയി. പൈതൽ വളർന്നു, ആത്മാവിൽ ശക്തി പ്രാപിച്ചു, ജ്ഞാനം തോന്നു, ദൈവകൃപയുണ്ടായിരുന്നു. Page number 273. യോനായുടെ ശബ്ദം കേട്ടിട്ടപ്പോഴേ ദീനന്മാരും നിലവക്കാരനും കൊണ്ടു ഓടാലേറ്റം മൂർഖന്മാരി ഞങ്ങൾ രാമകവേദം ഞങ്ങളെ നിയമിക്കും. എന്നാലും നീതിനിമേ തമ്പീതിയുമുള്ള മാധവവും ഞങ്ങൾക്കില്ലയോ. സത്തമനെ ദുഷ്കൃത്യം കരുതാത്തോ നീ ധന്യൻ. സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും ജനിപ്പിടമാറാകട്ടെ. സ്തുതി
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവലിക്കണം. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അക്ഷരവൃക്ഷമാക്കുന്ന സത്യപ്രമായ വിഷയം കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത ഒഴിവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തോളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ദിവസം തികവാകുമ്പോൾ പുരുഷ പ്രജയെ ഉണ്ണിയോടാലയമേറ്റിടണം. മനുജകുലം ബലമാക്കാൻ പക്ഷിസമേതം മറിയം ശിശുവിനെ അവിടെ കാഴ്ചവച്ചാൽ ദേവാലയമതിലർപ്പിതനായി ആലയ ദർശനമതിനായി പ്രേരണ നൽകിയൊരീശ നിർമ്മലരാവാനെ തീട്ടിവരെ നിന്നോടു കൂടെ മലിനത ശേഷം കലരാജം കാത്തിടണമേ. തിരുവാനകരുടെ നോമ്പും പ്രാർത്ഥനയുമ്പോൾ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും നീ കൈക്കൊള്ളണമേ. സമരപരീക്ഷകളാൽ സാത്താനെ തോൽപ്പിച്ചോനെ ഇഷ്ടപരീക്ഷയിൽ മശിഹാനങ്ങൾ കേകുക വിജയം. വാത്സല്യ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരും സമയസ്ഥരും ജീവനുള്ളവരും ആകിപ്പോരും വിജയസ്നേഹമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമായ മാമോദീസയുടെ അനുഗ്രഹപ്പെട്ടവരുമേ. ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, വിശ്വാസികളായ നിങ്ങളുടെ കരയരുടെ ആത്മാക്കളെ ഞാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച തൃപ്തരായി സമാധാനത്തോടുകൂടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. Called Ma'alto, or in English, the entrance into the temple. And here, remember, it's every year, February 2nd. February 2nd, we celebrate this feast, and there's always Qurbana for this day. And here we remember the account taken from the Gospel of St. Luke, chapter 2, where Mary and Joseph bring the child or the babe, the Christ, to the temple. And it was a Jewish custom at that time that on the 40th day after the purification of the mother, they bring the child to the temple and offer the child to God. And in the temple there's a person named Simeon, an old man, who was told through divine revelation. He was told that before he dies, he will get to witness and to see with his own eyes the Messiah. And so they bring
the baby to the temple. And when he sees Christ, he says to God, Lord, now you are letting your servant depart in peace, according to your word. For my eyes have seen your salvation, which you have prepared before the face of all peoples, a light to bring revelation to the Gentiles and the glory of your people Israel. Every evening prayer we say Psalm 91. And the last verse of the prayer is, with long life will I satisfy you and show you my salvation. I will show you my salvation. And this is fulfilled on this day. Because Christ is shown to us, and Christ was shown to Simeon. And when we think of this word salvation, what does it really mean for us? One of the things that I think we all have to be careful of, especially in our culture, is the idea that everything is right. Especially in India, I guess there's so many different religions, so many different belief systems, that we become inclined to think that everything is right. These are all just different ways for us to get to heaven. Hinduism or Islam or whatever it may be, everything is right. As one uncle told me one time, when I asked about, is Christianity the only way? Is Christ the only way to salvation? He says, there are many ways to get to downtown. You can take 59, you can take 45. There's so many different ways. Same way, there's different ways we can get to heaven. But this is not the teaching of the church. And that's why Christ coming to this world and showing us salvation is a big deal. And that's why Simeon was so excited. Because he knew that Christ is the only way. Now, does that mean that we're all Christians and we say, oh, to all our Hindu friends or non-believing friends, we tell them, oh, you all might be going to hell. I don't think so. But rather, maybe it's time for us to think, are we really believing that Christ is our salvation? It's interesting to note that Simeon takes Christ in his hands and embraces Christ. And when I think of that embracing, and I think of the word salvation, and how we're supposed to embrace salvation, I'm reminded of the time when I first went into the swimming pool, not knowing how to swim. And if you know that if you put someone into the swimming pool, especially where he can't touch the floor, what will they do if they don't know how to swim? They will drown. They'll start to fall. But there's something that can be given to you to allow you to stay above the water. What is that? A lifesaver or a life preserver. And I remember as a kid, when I was in the pool, I would just hold on to that lifesaver like for life. Because I knew even if it starts to slip with the water, I'll start to drown and I'll fall. That's how much I held on to it. I clinged to it. And I think when we think of salvation, thinking of living in this world, we have to remind ourselves that this world is a sea of sin, as the fathers tell us. It's an ocean it's a sea of sin. And if you look around you, especially outside of this church, and into the world that we live, we see how much sin is in the world, and how easy it is to drown in it. But unless we cling to Christ, when we say Christ is my salvation, or Christ is our salvation, we're saying that we're clinging to Him. And that means letting go of everything else to cling to Him, to hold on to Him. And that's what we do in the fast. That's what we did in the fast. We said, without even food, I know I need food to live, but I need Christ to live eternally. And as we prepare ourselves in a couple of weeks for the Great Lent, let us be reminded of this. That Christ is not just one of the ways. Christ is the way.
And we are people of the way, as we read in the book of Acts. We are people, that's the first thing the people were called. The believers were called the people of the way. We are of the way. And when we say that we are witnessing the salvation, and when God promises us, I will show you my salvation, and long life will I give you. He's talking about Christ. So that Psalm 91 points to Christ. And the question is, are we clinging to this salvation? Like Simeon did. And notice that Simeon's first word is, Lord, you are now letting your servant depart in peace. Because without clinging to Christ and holding on to Him as our salvation, we won't be able to leave this world in peace. And that's why so many people don't leave this world in peace. They leave this world in sorrow and in distress, in worry, in fear of what's going to happen to them. But if we cling to Christ, and that's why, we come to the church, and the church is always available. Especially I commend this parish for always having prayer available, for always having Qurbanas multiple times a week. That is a beautiful thing for us to remind ourselves we have somewhere to go, to cling to Christ, to hold on to Him, His salvation. And as we prepare ourselves for the Great Lent, and as we celebrate this feast of the entry into the temple, of the presentation of Christ into the temple, let's look at Simeon and see how he was able to see Christ as his salvation, and how he was able to hold Christ, and ask ourselves, are we holding on to Christ? And are we seeing Him as our salvation, the way, the truth, and the life? Barak Tomorrow, Christ our God, have mercy on us and save us. Amen.